കൃഷിയിടം റോഡുമായിട്ട് 300 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടി നമ്മുടെ ലോറി സംവിധാനത്തിൽ ട്രാക്ടറിൽ ഘടിപ്പിച്ചിട്ടാണ് നമ്മൾ വളം കൊണ്ടുപോയത്. പക്ഷേ രാവിലെ പെട്ട് കേട്ടാ. അപ്പോൾ ജൂലൈ മാസം ആയിട്ട് ഈ പാടത്തൊക്കെ വെള്ളവും ചെളിയൊക്കെ ഉണ്ടത് ഫുള്ള് പൊതഞ്ഞിരിക്കുകയാണ്. ഒരു 120 ചാക്കോളം വളം നമുക്ക് പെട്ടെന്ന് എത്തിക്കാൻ പറ്റും. നമ്മൾ ട്രാക്ടർ വന്നിട്ടുണ്ട് വലിച്ചേറ്റാൻ വേണ്ടി. വാ റിവേഴ്സ് വലിക്കാം. ടയറെല്ലാം സെറ്റാക്കുന്നത് ബാക്കിലോട്ട് വലിച്ചപ്പോൾ തൽക്കാലം കയറ്റി. ഇനി അങ്ങോട്ട് വലിച്ചിട്ട് പോകാൻ പോണത് ഫ്രണ്ടിൽ നിന്ന് ആണ് കേട്ടാ. ഒരു കര ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ഇനി അടുത്ത കയറ്റവും ഇറക്കം കൂടെ വരുമ്പോഴാണ് നമ്മുടെ പ്ലോട്ട് കാണുന്നത്. ഇവിടെ ഓൾറെഡി നേരത്തെ ട്രാക്ടർ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇപ്പം സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ചേർത്തല ഭാഗത്തൊക്കെ കൃഷിയുടെ സമയത്ത് 100% സേഫായിട്ടുള്ള സ്ഥലങ്ങളൊന്നും കിട്ടിയില്ല. എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രതിസന്ധി ഉണ്ടാവും. അപ്പോൾ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ ആണെങ്കിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട്, പക്ഷേ ഇവിടെ ഒരുപാട് പ്രതിസന്ധി ഉണ്ട് താനും. അപ്പോൾ ഇതെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് കാർഷികമേഖലയിൽ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അത് കണ്ടോ, ഇതിപ്പോൾ 1 ഏക്കർ സ്ഥലമാണ്. ഇവിടെ വെണ്ടയും പയറും പാവലും ഒക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. തെങ്ങും പുരടത്തിൻ്റെ നടുവിലായിട്ടുള്ള കൃഷിയിലാണ്. അടുത്തൊരു പ്രതിസന്ധി ഓയിൽ ലീക്കാണ്. അല്ലേ ഏട്ടറൊക്കെ വളരെ എളുപ്പമാണ്. അതെ ടിപ്പർ സംവിധാനം. എടുത്തോ ഓരോ സ്ഥലത്തെയും മണ്ണിന്റെ വളക്കൂർമ്മക്കനുസരിച്ചാണ് വളങ്ങൾ പ്രധാനമായിട്ടും ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ നമ്മളൊരു 300 ചാക്ക് കോഴിക്കാഷ്ടം, ഒരു 25 ചാക്ക് ആട്ടും കാഷ്ടം, റോക്ക് ഫോസ്ഫേറ്റ്, പിന്നെ കുമ്മായം മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാനമായിട്ടും ഈ 1 ഏക്കർ സ്ഥലത്തെ ജൈവവളങ്ങളെ. ഈ ഏരിയയിലേക്കുള്ള റോഡ് ഗതാഗതവും വളരെ ചെറുതാണ്. അപ്പോൾ വലിയ ലൈലാൻഡിൽ നിന്ന് പകർത്തിയാണ് ഈ സ്പോട്ടിലേക്ക് വളം എത്തുന്നത്. പച്ചക്കറി കൃഷിയാണ്. 6 മണിക്കൂറെങ്കിലും ലൈറ്റ് കിട്ടണം. അപ്പോൾ ലൈറ്റ് കുറവുള്ള സ്ഥലമൊക്കെ ഒഴിവാക്കിയിട്ട് കംപ്ലീറ്റ് ലൈൻ ഇട്ട്, ഇത് പഴയ പൈപ്പ് വെച്ചിട്ടാണ് ലൈൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വളങ്ങൾ എല്ലാം ചുമന്ന് ഇട്ടിട്ടിരിക്കണം. 1.4 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ വിളക്കനുസരിച്ചുള്ള ഡിസ്റ്റൻസിലാണ് നമ്മൾ ഹോൾ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ പയർ നടുന്ന സമയത്ത് ഈ പൈപ്പ് എടുക്കും, വെണ്ടയാണെങ്കിൽ വേറെ അകലം, പല അകലത്തിലുള്ള ഹോളുകളാണ് ഇട്ടിരിക്കുന്നത്. അടുത്തൊരു പ്ലോട്ടിൽ വന്നപ്പോൾ റോഡായിട്ട് 100 മീറ്റർ ഡിസ്റ്റൻസ് ഇല്ല കേട്ടോ. എങ്കിൽ പോലും ഇതാകുമ്പം വളരെ വേഗത്തിൽ വർക്ക് അടക്കും. ഇവിടുത്തെ മണ്ണ് കണ്ട ഇത് നല്ല ഗ്രാവലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ വളം കുറച്ച് മതിയാവും, നല്ല ഈർപ്പം നിൽക്കും. ഇത്തരം മണ്ണിൽ നല്ല ഈൽഡ് ലഭിക്കുന്ന മണ്ണാണ് കേട്ടോ, നല്ല പൊടി മണല. അപ്പോൾ കാറ്റും മഴയൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ നന്നായിട്ട് മൂടി വെക്കുക. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ അടുത്ത ദിവസം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ വെച്ചിട്ടൊക്കെ. അപ്പം മറ്റൊരു വിഷയമായിട്ട് കാണുന്നവരെ ബൈ.